തലവടി നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 15ാം വാർഡിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമവും ഗാന്ധി രക്തസാക്ഷിത്വ ദിന സമ്മേളനവും സംഘടിപ്പിച്ചു. DCC വൈസ് പ്രസിഡന്റ് സജി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ദേശസ്നേഹികളായ ഇന്ത്യക്കാരുടെ ഉപബോധ മനസ്സിന്റെ ആഴങ്ങളിൽ ഒരിക്കലും ഉണങ്ങാതെ നീറിപ്പുകഞ്ഞുകൊണ്ടിരിക്കുന്ന മുറിവാണ് മഹാത്മാഗാന്ധിയുടെ കൊലപാതകമെന്ന് DCC വൈസ് പ്രസിഡന്റ് സജി ജോസഫ് പറഞ്ഞു. ഇന്നത്തെ ഇന്ത്യയിൽ ഗാന്ധിയുടെ കൊലപാതകി ആരാധിക്കപ്പെടുകയാണെന്നും തലവടി നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 15ാം വാർഡിൽ സംഘടിപ്പിച്ച മഹാത്മാഗാന്ധി കുടുംബ സംഗമവും ഗാന്ധി രക്തസാക്ഷിത്വ ദിന സമ്മേളനവും ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമുക്കറിയാം, വർഗീയവാദികളുടെ ഈ രാജ്യത്തെ ഛിന്ന ഭിന്നമാക്കുവാൻ ശ്രമിക്കുന്ന ആളുകളുടെ കണ്ണിലെ കരടായിരുന്നു മഹാത്മാഗാന്ധി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മഹാത്മാഗാന്ധിയുടെ മരണത്തിന് ശേഷം 77 വർഷങ്ങൾ പിന്നിടുമ്പോഴും മഹാത്മാഗാന്ധിയുടെ ഓർമ്മകൾ ഈ രാജ്യത്തെ വർഗീയവാദികളുടെ ഉറക്കം കെടുത്തുന്നു നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, ഈ രാജ്യത്തെ ഒരു കടുത്ത ഹിന്ദുമത വിശ്വാസിയായിരിക്കുമ്പോഴും ഈ രാജ്യത്തെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും മതേതര വിശ്വാസികളെയും ഹിന്ദുക്കളെന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യാനിയെന്നോ ജൈനനെന്നോ പാഴ്സിയെന്നോ വ്യത്യാസമില്ലാതെ ഒരു ചരടിൽ കോർത്തുകൊണ്ട് പോയ മഹാത്മാഗാന്ധി, ഒരു മഹാപ്രസ്ഥാനത്തിന് തുടക്കമിട്ടുകൊണ്ട് എല്ലാവരെയും ഒരുമയോടുകൂടി കണ്ട മഹാത്മാഗാന്ധി 77 വർഷം പിന്നിടുമ്പോഴും മഹാത്മാഗാന്ധിയെ മോശമാക്കുവാൻ, മഹാത്മാഗാന്ധിയുടെ സേവനങ്ങളെ തിരസ്കരിക്കുവാൻ ശ്രമിക്കുന്ന ഒരു ഭരണകൂടം ആണ് ഇന്ന് രാജ്യത്ത് അധികാരത്തിലിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മണ്ഡലം പ്രസിഡന്റ് വർഗീസ് കോലത്തുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ബിജു പാലത്തിങ്കൽ, വർഗീസ് 45-ൽ, സുഷമ സുധാകരൻ, ബാബു ജോർജ്, സുജോജ്, KS വിജയബാലകൃഷ്ണൻ, അനിൽ വൈറ്റിലക്കണ്ടം, മറിയാമ്മ ജോർജ്, സാബു കുന്നത്തുപറമ്പിൽ, മീനു സോഫി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെങ്ങന്നൂർ.